രാം ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ അന്തർശൗചയജ്ഞത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി പ്രേമേച്ചിയെ എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. നടരാജസ്വാമിയുടെ അടുത്ത പ്രവർത്തകയാണ്. പിന്നെ ഇന്ദിര ചേച്ചിയെയും അതേ സമയത്ത് അറിഞ്ഞിരുന്നു. അവർ രണ്ടുപേരും സ്റ്റേറ്റ് കോർഡിനേറ്റർമാരായി പ്രവർത്തിച്ചവരാണ്. പ്രേമചേച്ചിയെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ 3 ഓങ്കാരം, അതിനുശേഷം 3 സായി ഗായത്രിയും ജപിച്ചതിന് ശേഷം നിങ്ങൾ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് പുസ്തകം ഒരു 5-8 മിനിറ്റ് നേരം പാരായണം ചെയ്യുക. പിന്നെ അതിനുശേഷം ഭഗവാനുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാം. പിന്നെ ഭഗവാന്റെ ഒരു വീഡിയോ പ്രസന്റേഷന് ശേഷം ഭജന പാടുക. സായിരാം. പ്രേമചേച്ചി ആരംഭിച്ചോളൂ. സായിരാം. ഒരു വീഡിയോ പോയോ? സായിരാം. അവര് മ്യൂട്ടിലാണ് ഉള്ളത്. ഓ, അതാ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലേപ്പാ? പ്രേമചേച്ചി അൺമ്യൂട്ട് ചെയ്യൂ. മനസ്സിലാവുന്നില്ല. സായിരാം. പോയോ എന്ന് സംശയമുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. ഇല്ല, കാണുന്നില്ല. ഉണ്ട് ആളുണ്ട്. എനിക്കാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാനും പറ്റൂല. അതാ പ്രശ്നം. അൺമ്യൂട്ട് ചെയ്യാൻ കഴിയില്ല അല്ലേ? ഞാൻ കഴിയില്ല. ശരി ശരി. പ്രേമചേച്ചി തുടങ്ങി. അല്ല, സുഭാഷിണിയാ. സായിരാം. സായിരാം, ഓഡിയോ ഒന്ന് ഓൺ ചെയ്യോ? ആർക്കെങ്കിലും അവരെ പേഴ്സണലായിട്ട് വിളിക്കാൻ പറ്റിയത് നന്നായിരുന്നു. വത്സരമാമന് കഴിയെങ്കിൽ വിളിച്ചോട്ടെ. നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ? പ്രേംസായിക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ? എന്റെ നമ്പർ ഇല്ല. ഞാൻ നോക്കട്ടെ. സായിരാം. സംഭവം ആള് ഓൺലൈനിലുണ്ട്. അൺമ്യൂട്ട് ചെയ്താൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. ഞാനൊന്ന് ഫോൺ ചെയ്ത് പറയട്ടെ. ഞാൻ ഫോൺ ചെയ്യുകയാണ്, എടുക്കുന്നില്ല. പ്രേമ പറഞ്ഞോളൂ. സായിരാം. 3 ഓങ്കാരം, 3 സായി ഗായത്രി. പറഞ്ഞോളൂ സായിരാം. അതെ, പക്ഷെ വീഡിയോ ഓൺ ആണ്, ഓഡിയോ ഓൺ അല്ല. ഓഡിയോ കൂടെ ഓൺ ആക്കണം. ചേച്ചി അൺമ്യൂട്ട് ചെയ്യോ ചേച്ചി? പ്രേമ ചേച്ചി മ്യൂട്ടിലാണ്. ചേച്ചിയുടെ കേൾക്കുന്നില്ല. സായിരാം. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു നന്നായിരുന്നു. ഇവിടെ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാനും പറ്റില്ല.
സായിരാം ചേച്ചി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ കോള്. സായിരാം, പ്രേമാൻഡി, അവിടെ ഒരു മൈക്കിന്റെ ഇത് കാണാൻ പറ്റും, പിക്ചർ. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒരു മൈക്ക് പോലത്തെ ഒരു സാധനം കാണുന്നുണ്ടോ? മൈക്ക് പോലത്തെ ഒരു സാധനം. സായിരാം, ആള് പോയിട്ടോ, ആള് ഇവിടുന്ന് എക്സിറ്റ് അടിച്ചു. ആളില്ല, ഇപ്പൊ ഓൺലൈനിലില്ല. വത്സലമാമൻ വിളിക്കുന്നുണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്യുന്നു. സായിരാം, അതില ഒരു മൈക്കിന്റെ സൈനുള്ള ഓപ്ഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. പ്രേമകുമാരി ആന്റി, കേൾക്കാവോ? പറയുന്നത് കേൾക്കാവോ? ഒന്ന് കൈയോട് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ ആക്ഷൻ? വെറുതെ കൈയോടൊന്ന് ആക്ഷൻ കാണിക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കൈയോടൊന്ന് ആക്ഷൻ കാണിക്കാൻ പറ്റുമോ? വായിച്ചോ, സായി ഗായത്രി വിളിച്ച് വായിച്ചോളൂ പ്രേമ. ഇല്ല, അത് ഇപ്പൊ മ്യൂട്ടിലാണ്. വത്സലാന്റി ഇപ്പൊ മ്യൂട്ടിലാണ് അവരുടെ ഇത്. സായിരാം, നോക്കട്ടെ. സായിരാം പ്രേമ. ആളിപ്പില്ല. സായിരാം, പ്രേമാൻഡി ദേവ് ചേച്ചി. ഞാൻ വിളിക്കാം. ഞാൻ വിളിച്ചു ചേച്ചിയോട് പറഞ്ഞു, പക്ഷെ അൺമ്യൂട്ട് ചെയ്യാൻ അവിടെ പറ്റുന്നില്ലെന്നാ ഇനി പറഞ്ഞു. ആ കുട്ടി ചെന്നില്ലേ എന്തോ, അനു ചെല്ലും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ശ്രദ്ധിക്കാത്തത്. അനുവിനെ ഒന്ന് വിളിക്കായിരുന്നു, ഞാൻ നോക്കട്ടെ. ശരി ചേച്ചി, സായിരാം. അല്ല ചേച്ചി, ദേവ ചേച്ചിയോടൊന്ന് വിളിച്ചു പറ. ദേവ ചേച്ചി വിളിച്ചു പറയും. ഹലോ പ്രേമേ. ഹലോ. എന്തായി? ഹലോ, പ്രേമ വിളിക്കുക ഞാൻ. ഹലോ പ്രേമ. ഹലോ പ്രേമ, ആ മ്യൂട്ട് അത് ഒരു മൈക്കിന്റെ ഇതില്ലേ, അതും കൂടെ ഇത് ഓണാക്കണം. ഹലോ പ്രേമ. അല്ല, ഫോണിന് കുഴപ്പമില്ല, പേടിക്കണ്ട. ഒന്നുകൂടെ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യൂ. ഹലോ. അവരിപ്പോ ഓൺലൈനിലില്ല സായിരാം. ഹലോ. അവരിപ്പോ ഓൺലൈനിലില്ല. ഓൺലൈനിൽ ഇല്ല, പോയി. ഫോണിന് എന്തോ കുഴപ്പമാണെന്ന് പറയുന്നത് കേട്ടോ. ഞാനിപ്പോ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയോ ഫോണ്? അതെ, ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ഒന്നുകൂടെ വിളിക്കാം. ശരി. സായിരാം.
പക്ഷെ സമയം ആയതുകൊണ്ട് ഞാൻ വായിക്കാം. പ്രേമ വരുമ്പോ പ്രേമയെ കൊണ്ട് നമുക്ക് ഇത് പറയാം, ഓക്കെ സർ. അനുഭവങ്ങൾ പറയിപ്പിക്കാം. സമയം പോണു. അതെ അതെ. ഓം ശ്രീ സായിരാം. സായിരാം. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള യാത്ര ആരംഭിക്കുക. മനുഷ്യജന്മം ദുർബലമാണെന്നും മതിഭ്രമങ്ങൾക്കും അജ്ഞതയ്ക്കും വശംവദം ആകുന്നതാണെന്നും ഉള്ള വിചാരം കൊണ്ട് ആധി പിടിക്കേണ്ട. ഒരു മനുഷ്യനായി ജന്മമെടുക്കുന്നത് സുകരമല്ല. എന്നിരുന്നാലും ഒരുവൻ തന്റെ യഥാർത്ഥ പ്രകൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇരിക്കുകയും ഈശ്വരന് ബാഹ്യലോകത്തിലാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് പൂർണ്ണമായ അജ്ഞതയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ കർത്തവ്യങ്ങളിൽ വ്യാപൃതരാവുകയും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈശ്വരനെ ആരാധിക്കണമെങ്കിൽ മനുഷ്യരൂപത്തിൽ മാത്രം ആരാധിക്കുക. ബാക്കി എല്ലാ രൂപങ്ങളും കൃത്രിമങ്ങളും ഭാവനാ സൃഷ്ടികളുമാണ്. അവ ഭ്രമത്തിന്റെ ഫലങ്ങളാണ്. ഭ്രമമുള്ളപ്പോൾ ബ്രഹ്മനെ അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. അനവധി ജനങ്ങൾ ഈശ്വരനെ എണ്ണമറ്റ രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. വേദപുസ്തകങ്ങളും പുണ്യ ഗ്രന്ഥങ്ങളും ഈശ്വരനെ അനേകം വിധത്തിൽ വർണ്ണിക്കുന്നു. വ്യാഖ്യാതാക്കൾ വർണ്ണനകൾ കൊണ്ട് തൃപ്തിപ്പെടുന്നു. പക്ഷേ ഈശ്വരനെ അനുഭവിച്ചറിയുവാൻ ജാഗ്രത കാണിക്കുന്നില്ല. ഈശ്വരന്റെ രൂപം എന്താണ്? നിങ്ങൾ ഈശ്വരനെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുന്ന രൂപം ഒരു ഹാസ്യചിത്രമായിരിക്കും. നിങ്ങളുടെ സ്വന്തം രൂപത്തെ ഈശ്വരന്റെ പ്രത്യക്ഷതയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്വയം ഈശ്വരനാണെന്ന് സങ്കല്പിക്കുക. മറ്റുള്ളവരെ ബഹുമാനിക്കുക. നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുക. ഇതാണ് യഥാർത്ഥ ആരാധന. ഈശ്വരനെ കുറിച്ച് ഈ വിശാലമായ വീക്ഷണം തുടക്കം മുതലേ വളർത്താത്തത് കൊണ്ടാണ് മനുഷ്യൻ എല്ലാവിധത്തിലുമുള്ള അജ്ഞതയ്ക്ക് ഇരയായിരിക്കുന്നത്. ഈശ്വരൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നോ ഇവിടെ നിന്നും പോകുന്നുവെന്നോ എന്നൊരു വസ്തുത ഇല്ല. ജയ സായിരാം. പ്രേമ തുടങ്ങിക്കോളൂ. സായിരാം. ഇപ്പൊ വീണ്ടും അൺമ്യൂട്ടായി. പ്രേമന്റെ മ്യൂട്ടായി അൺമ്യൂട്ട് ആയതേനു, ഇപ്പൊ വീണ്ടും മ്യൂട്ടായി. ശരി ശരി. ഇല്ല, അൺമ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ആക്കിയിട്ടില്ല. ഓഡിയോ ഓൺ ആക്കുന്നില്ല പ്രേമ. കാര്യം ചെയ്യാം. ദേവി. സായിരാം. സായിരാം, കേക്കാവോ? പ്രേമ പറഞ്ഞോളൂ. ഓംകാരം പറഞ്ഞ് സായികായത്തിൽ പറഞ്ഞിട്ട് അനുഭവങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्।
ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശതകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഭഗവാൻ എഴുതിയ പ്രശാന്തി വാഹിനിയിൽ നിന്ന് വായനക്കാരെ, ഈ പ്രേമപ്രവാഹം നിങ്ങളിൽ കത്തി എരിയുന്ന അശാന്തിയെയും അജ്ഞാനത്തെയും അനീതിയെയും നാസ്തികത്തെയും ശമിപ്പിച്ച് നിങ്ങളുടെ ദാഹം തീർത്ത് നിങ്ങളെ ശാന്തിയും ആനന്ദവും സൗഖ്യവും ഉണ്ടാക്കട്ടെ. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്തവർ ധാരാളമുണ്ട്. അത് ഓരോ വ്യക്തിക്കും നട്ടെല്ല് പോലെയും സാധകന് പ്രാണൻ തന്നെയുമാണ്. ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ് അർത്ഥം മനസ്സിലാക്കുന്നത്. ചിലർക്ക് അവയെ ശല്യപ്പെടുത്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ലൗകിക അഭിലാഷങ്ങൾ സാധിക്കുമ്പോൾ അതാണ് ശാന്തി എന്ന് തോന്നുന്നു. അത് കഷ്ടതകളുടെ ഇടവിൽ ഒരു താൽക്കാലിക ഒഴിവ് സമയം മാത്രമാണ്, അല്ലാതെ ശാന്തി അല്ല. പ്രശാന്തി എന്ന വാക്കിൽ വികസനത്തെ സൂചിപ്പിക്കുന്നതാണ്. ശാന്തി ആ വിധത്തിലായിരിക്കണം. കാമക്രോധ വിദ്വേഷാദികളുടെ അഭാവം തന്നെയാണ് അത്. കാമക്രോധങ്ങളെ ജയിച്ചാൽ പ്രശാന്തിയായി. ശമം എന്ന ഈ മാർഗം എല്ലാവർക്കും അത്യാവശ്യം തന്നെ വേണം. സാധകൻ ഇന്ന് എപ്പോഴും പരിശീലിക്കുകയും വേണം. സാധകൻ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ശാന്തിക്ക് വേണ്ടി. ഈ ശാന്തി മനുഷ്യന്റെ അന്തർപ്രകൃതിയാണ്. വൈരാഗ്യം, വിചക്ഷണം, വിവേകം, ബുദ്ധികൂർമ്മത എന്നിവയെ വികസിപ്പിക്കുന്നവർക്ക് ശാന്തി സഹായത്തിനെത്തും. ആത്മാവിന്റെ ഒരു ദർശനം മാത്രമായ അതും അനാദിയും ഒന്നിനും കളങ്കപ്പെടുത്താനാവാത്തതുമായ ആത്മസ്വരൂപം തന്നെ. അതിന് തുല്യമായത് അത് മാത്രം. മറ്റൊന്നിനോട് ഉപമിക്കാൻ സാധ്യമല്ലാത്തതുമാണ് അത്. മനസ്സ്, വാക്ക്, കായം, കർമ്മം മുതലായവയിൽ എല്ലാം ശാന്തി ഒരേ നിലയിലാകുമ്പോൾ അത് തന്നെയാണ് ശാന്തി. അങ്ങനെയുള്ള ശാന്തി ഇല്ലെങ്കിൽ ലൗകികമായോ പാരത്രികമായോ ദൈവികമായോ ഉള്ള ആനന്ദം ആർക്കും ലഭിക്കുകയില്ല. എല്ലാ സുഖങ്ങളുടെയും ആനന്ദത്തിന്റെയും ഇരിപ്പിടമാണ് ശാന്തി. അത് പൂർണ്ണമായും അനുഭവിച്ചിട്ടുള്ള മഹാനാണ് ത്യാഗരാജൻ. ശാന്തിയില്ലെങ്കിൽ സൗഖ്യമില്ല എന്നാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. ഗാന്ധികളാകട്ടെ, വേദാന്തികളാകട്ടെ, സന്യാസിമാരാകട്ടെ, പണ്ഡിതന്മാരാകട്ടെ, ഭക്തന്മാരാവട്ടെ, തത്വജ്ഞാനികളാവട്ടെ, ആരായാലും മനുഷ്യർക്കെല്ലാം ആവശ്യമുള്ളത് അതാണ്. പക്ഷേ മനുഷ്യൻ ഒരു നിമിഷത്തേക്കെങ്കിലും സ്വസ്ഥമായിരിക്കാൻ അശക്തനാണ്. കോപമില്ല എന്ന് വച്ച് അത് ശാന്തിയായി കരുതരുത്. എന്തെന്നാൽ ഒരു ആക്രമം സാധിച്ചത് കൊണ്ട് അതും ശാന്തിയായി തെറ്റിദ്ധരിക്കരുത്. ശാന്തി ഹൃദയത്തിൽ വ്യാപിച്ച് ഒന്നുകൊണ്ടും അത് ചഞ്ചലിക്കാൻ ഇടവരാതിരിക്കുമ്പോൾ അത്തരം ശാന്തിയെ മാത്രമേ പ്രശാന്തി എന്ന് പറയാവൂ. പ്രശാന്തിക്ക് ഉയർച്ചയോ താഴ്ചയോ പ്രസിദ്ധിയോ പ്രത്യേകതയോ ഐശ്വര്യത്തിൽ സമ്പൂർണതയോ ഒന്നും ഇല്ല. ഇന്നൊരു വിധം നാളെ മറ്റൊരു വിധം എന്നതിനല്ലാതെ സദാ നിലയിലുള്ള ആനന്ദ പ്രവാഹത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഏതോ അതാണ് പ്രശാന്തി. അതിന്റെ ലക്ഷണങ്ങൾ ഏതെന്നും അതെങ്ങനെ സമ്പാദിച്ച് ഉപയോഗപ്രദമാക്കണമെന്നും മനസ്സിലാക്കുന്നതാണ് പ്രശാന്തി വാഹിനി. ഓരോ സാധകനും ഈ ശാന്തിക്ക് അവകാശിയായതുകൊണ്ട് അതുണ്ടാകാനുള്ള വഴി ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ലോകം ഇന്ന് സ്വാർത്ഥമായ രാഷ്ട്രീയത്തിലും നാസ്തികത്വത്തിലും നിർഭയ മത്സരങ്ങളിലും കിടന്ന് ദുരിതം അനുഭവിക്കുകയാണ്. ഇത് എത്രയും ലജ്ജാവഹം തന്നെ. മനുഷ്യൻ അവരുടെ അടിസ്ഥാനപരമായ ദിവ്യത്വത്തെ പാടെ വിസ്തരിച്ചിരിക്കുന്ന ഈ അപകട സന്ധിയിൽ ഏറ്റവും മുഖ്യമായി വേണ്ടത് ശാന്തിയും പ്രേമവുമാണ്. ഈ ഔഷധങ്ങളാണ് പടർന്നു പിടിക്കുന്ന ഈ രോഗത്തിനുള്ള ചികിത്സ. വേറെ ഒരു ഔഷധത്തിനും ഈ രോഗം മാറ്റാൻ സാധ്യമല്ല. ശാന്തി ലഭിക്കുന്നത് പ്രേമം കൊണ്ട് മാത്രം. പ്രേമമാകുന്ന വിരഹം കൊണ്ട് ശാന്തിയെ ദിവ്യനാളത്തെ ജ്വലിപ്പിക്കുന്നത് പ്രേമം മനുഷ്യ ജനതയ്ക്കെല്ലാം ഐക്യം വരുത്തും. ഐക്യവും
ആത്മീയ ജ്ഞാനവും ലോകശാന്തിക്ക് വഴി കാണിക്കും. ആത്മീയ അച്ചടക്കമാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് മാത്രമേ മനുഷ്യന് നിത്യശാന്തി ലഭിക്കുകയുള്ളൂ. ശാന്തി ഇല്ലെങ്കിൽ സൗഖ്യവുമില്ല. ശാന്തി ആത്മസ്വരൂപമാണ്. അത് പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി യത്നിക്കുന്നു. ആശകൾ നിറഞ്ഞ ലോക ഹൃദയത്തിൽ അതൊരിക്കലും വസിക്കുകയില്ല. യോഗികളുടെയും ഋഷിമാരുടെയും സത്പുരുഷന്മാരുടെയും പ്രത്യേക ലക്ഷണമാണ് ശാന്തി. ബാഹ്യനിലയിൽ ഒന്നും ആശ്രയിക്കാതെ സ്വാർത്ഥപരവും ഇന്ദ്രിയപരവുമായ വിഷയങ്ങളിൽ നിന്ന് തെറ്റി ഓടിപ്പോകുന്നതാണ് അത്. മാത്രമല്ല അങ്ങനെയുള്ള വ്യക്തികളെ അത് വെറുക്കുകയും ചെയ്യുന്നു. അത് അന്തരാത്മാവിന്റെ അത്ഭുതവും നിത്യവും സ്ഥിരവുമായ സ്വഭാവ ലക്ഷണമാണ്. ആനന്ദത്തിന്റെ സന്തത സ്വകാരിയായ ജ്ഞാനവും ആധ്യാത്മിക ഉന്നതിയുടെ പൂർണ്ണതയും ശാന്തി തന്നെ. ഇന്ദ്രിയ നിയന്ത്രണം കൊണ്ട് മാത്രമാണ് പരമാർത്ഥ ശാന്തി കിട്ടുന്നത്. അത് തന്നെ ശാന്തി. ആ നിലയിലുള്ള അനുഭൂതി ശാന്തിയുടെ പ്രവാഹമായി കരുതുക. ഇഷ്ടാനിഷ്ടങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, നിരാശകൾ മുതലായവ അലകളിൽപ്പെട്ട് കീഴ്മേൽ മറിയുന്ന മാനസിക പ്രക്ഷോഭങ്ങളെ ഒതുക്കിയാൽ ശാന്തി ലഭിച്ച് അചഞ്ചലമായി നിലനിർത്താൻ സാധിക്കും. ആത്മസ്വരൂപമാണല്ലോ ശാന്തി. ദേഹവും മനസ്സും പോലെ ആത്മാവിന് നാശമില്ല. അത് നിത്യവും സർവസമ്പൂർണവും സൂക്ഷ്മവും ജ്ഞാനസ്വരൂപവുമാണ്. ഈ വക ലക്ഷണങ്ങളെല്ലാം ശാന്തിക്കുമുണ്ട്. ആത്മജ്ഞാനം മായയെയും സംശയങ്ങളെയും ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതിനാൽ അതിന് നിത്യശാന്തി നൽകി പുണ്യവും സൗഖ്യവും കൈവരുത്തുവാൻ സാധിക്കും. ജ്ഞാനത്തിന്റെ ലക്ഷ്യമെന്നല്ല, ജ്ഞാനത്തിന്റെ ഉറവിടം തന്നെയാണ് ആത്മാവ്. അനുഭവസിദ്ധി, പക്വത, മോചനം, അമരത്വം, നിത്യസൗഖ്യം, നിത്യശാന്തി ഇവയ്ക്കെല്ലാമുള്ള മാർഗദർശിയാണ് ജ്ഞാനം. ഇന്ദ്രിയ ചാബല്യങ്ങളിൽ പെട്ടുഴലുന്നവർക്ക് ആത്മജ്ഞാനം ഉണ്ടാകുന്നതല്ല. ചഞ്ചലമായ ഈ ലോകത്തിൽ അചഞ്ചലമായിട്ടുള്ള ഒന്നേ ഒന്നാണ് ബ്രഹ്മം. വായിക്കുന്ന നിർത്തിയിട്ട് അനുഭവങ്ങൾ പങ്കുവെച്ചോളൂ. അതെ, എന്റെ അനുഭവങ്ങൾ പറയാം. ഞാന് 1960 മുതല് കൊല്ലം സമിതിയിലുള്ള സമിതികളിൽ ഭജനയ്ക്കൊക്കെ പോവുമായിരുന്നു. അങ്ങനെ സമിതികളിൽ ഭജനയ്ക്ക് പോവായിരുന്നു. സംഘടനയിലെ എല്ലാ പ്രവർത്തനങ്ങളും ആദ്യമായി നമ്മുടെ സമിതിയില് മഹിളാ വിഭാഗം തുടങ്ങിയപ്പോൾ മുതല് അതിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അങ്ങനെ ഒരു കാര്യങ്ങൾ. പക്ഷെ 1973 എനിക്ക് ഭഗവാന്റെ പ്രശാന്തി നിലയത്തിൽ പോകാൻ സാധിച്ചു. അന്ന് ഞാൻ ഒരു ഓണത്തിനാണ് പോയത്. അവിടെ ഭഗവാനെ കണ്ടു, ഭഗവാന്റെ സ്പീച്ച്, ദിവ്യ ദർശനം കേട്ടു. അന്ന് കസ്തൂരി സാറാണ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു തന്നു. സ്വാമിയുടെ ദർശനവും സ്പർശനവും ഉണ്ടായിരുന്നു. പിറ്റേന്ന് എല്ലാ മലയാളികളെ ഇരുത്തി ഭസ്മവും സ്വാമി തന്നെ ഭസ്മം തന്നെ അനുഗ്രഹിച്ചു. അപ്പോഴും മുതലേ എനിക്ക് ഇതില് കൂടുതൽ പ്രവർത്തിക്കണം എന്നുള്ളൊരു തോന്നല് ഉണ്ടായി. സ്വാമിയുടെ ആദ്യത്തെ ആ സംഭാഷണം കേട്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു അനുഭൂതി ഉണ്ടായി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയത് 82 ഓണത്തിനാണ് പിന്നെ അമ്മയുടെ അടുത്ത് എനിക്ക് പോകാൻ സാധിച്ചത്. അതിനു മുമ്പ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് ആ ദിവസം എനിക്ക് ആ ഓണത്തിന് പോയപ്പോൾ എനിക്ക് സ്വാമിയുടെ ഇന്റർവ്യൂ കിട്ടി. അച്ഛനും അമ്മയും ഞാനും മക്കളും എൻ്റെ അനിയത്തിയും എല്ലാവരും കൂടെ 10-13 പേരുണ്ടായിരുന്നു ഇന്റർവ്യൂ പോയി. അങ്ങനെ സ്വാമി എല്ലാവരുടെയും കാര്യം ഇങ്ങനെ സൂചിപ്പിച്ച് പറഞ്ഞു. മക്കളുടെയൊക്കെ പറഞ്ഞു, കൂട്ടുകാരുണ്ട്, സൂക്ഷിക്കണം, അത് ഒരു തവളകൾ പോലാണ്, വെള്ളമുള്ളപ്പം വരും,
അത് വെള്ളം തീരുമ്പോ പോകും. അതില് പൈസകൾ അവരെല്ലാം കൂടും. പൈസ ഇല്ലാത്തപ്പം എല്ലാരും ആരും കാണില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും വേണ്ടുന്ന ഉപദേശം എല്ലാം കൊടുക്കും. അവസാനം എന്റെ അടുത്താ പറഞ്ഞു, ഒരു പുരുഷൻ എപ്പിടിയും ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല സ്വാമിയാണോ? അല്ലെന്നോ, അവന്റെ ഉടമ്പ് ശരിയല്ല. അവൻ ரொம்ப നല്ല മനുഷ്യൻ, പക്ഷെ അവന്റെ ഉടമ്പ് ശരിയല്ല. നീ കവലപ്പെട വേണ്ട, ഞാൻ നിന്നെ പാത്തിട്ടെ. അങ്ങനെ ഒരു വാക്ക് തന്നു. ആ മിഥുനത്തിൽ തന്നെ ചേട്ടൻ മരിക്കുകയും ചെയ്യുന്നു. 1 വർഷം 13 മാസേ എടുക്കുള്ളൂ. പക്ഷെ സ്വാമി അത് മുമ്പേ കണ്ട് എന്നെ അറിയിച്ചു. പക്ഷെ അന്നൊന്നും എനിക്ക് അതിന്റെ മീനിങ് മനസ്സിലായില്ല. പിന്നെ ഓരോന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് സ്വാമി പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ എന്റെ എല്ലാ കാര്യത്തിലും സ്വാമി ഇടപെട്ട് നടത്തുന്നുണ്ട്. ആ ഒരു വാക്ക് സ്വാമി ഇപ്പോഴും പാലിക്കുന്നു. അത് കഴിഞ്ഞു എനിക്ക് മരിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഇതിലായിരുന്നു ഞാൻ. ഒന്നിലും എനിക്ക് ഇടവാൻ വയ്യ, ഒന്നുമില്ല, എല്ലാം പോയി, 0 മുട്ട, ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് സ്വാമിയുടെ ആ പിടിപള്ളിയിൽ മുറിക്കപ്പോഴത്തെ സ്വാമി എന്നെ ആ ഇതിനെല്ലാം കരകയറ്റി. സ്വാമി ദിവസവും എനിക്ക് ദിവ്യ ദർശനം, സ്വപ്ന ദർശനങ്ങൾ തന്നു ഓരോന്ന് സോൾവ് ചെയ്തു. അറിയാതിരിക്കാൻ സ്വാമി എല്ലാ കാര്യത്തിലും എന്നെ വളരെയധികം സ്വാമിയെ പറയും, നീ എന്തിനാ പേടിക്കുന്നു, ഞാനില്ലേ നിനക്ക് എന്നുള്ളൊരു വാക്ക്. അത് സ്വാമി ഇന്നും പാലിക്കുന്നു. കടമാണെങ്കിൽ ഒത്തിരി, വീടില്ല, ഒന്നുമില്ല, 0. പക്ഷെ സ്വാമിയുടെ ഒരു ഇത് കൊണ്ട് ഓരോ ദിവസവും ഓരോ കേസുകളും എല്ലാം മാറി എനിക്ക് അറിഞ്ഞുകൂടെ അതെങ്ങനെ മാറിയെന്ന് തന്നെ അറിഞ്ഞു. കുട്ടികളാണെങ്കിൽ 18, 16, 14 വയസ്സ്, ഒന്നും ആയിട്ടില്ല. ബിസിനസ് ആണെങ്കിൽ ഒരുപാട്, അവരൊന്നും അതിനകത്ത് കടത്തിവിടാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷെ എല്ലാം നിവർത്തിയെടുത്തു സ്വാമി. എല്ലാ കേസിന് ഓരോ ആളുകളെ വരെ എനിക്ക് സ്വാമി കൊണ്ടുപോയി. എന്റെ എതിര് പറഞ്ഞു വന്ന ആൾ പോലും എനിക്ക് വേണ്ടി വാദിച്ചു വന്നു. ഇതൊക്കെ അന്ന് നടരാജസ്വാമിയാണ് എന്റെ ഒരു വലിയ ഇത് താങ്ങായിട്ട് നിന്നത്. നടരാജസ്വാമി ഭഗവാന്റെ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭക്തൻ എന്ന പേരിന് അർഹനായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഓരോ ദിവസവും മിക്കവാറും വിളിച്ചു ചോദിക്കും, എന്താണ് പ്രശ്നം, ഇന്നതാണെന്ന് ചോദിക്കും. ഞാൻ പറയാറില്ല, ആരെയും ഞാൻ ഉദ്ധരിക്കണമെന്ന് വെച്ചാൽ ആരും ഒന്നും പറയാറില്ല. പക്ഷെ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി അതിനു വേണ്ടി അപ്പോഴേ പോയി അത് സോൾവ് ചെയ്തിട്ട് വരും. അങ്ങനെ ബാങ്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നടരാജസ്വാമി ഉടനെ ബാംഗ്ലൂരിലാണ് എൻ്റെ ഹെഡ് ഓഫീസ്. അവിടെ പോയി അതിന്റെ മാനേജറെ കണ്ടപ്പോഴും അദ്ദേഹം ഒരു ID കൂട്ടിയായിരുന്നു. അപ്പം ഇതിനെല്ലാം തിരക്കിയിട്ട് വന്ന് റിസൾട്ട് വന്ന് പറഞ്ഞു എന്താണ്, നോബഡി ക്യാൻ ഡു എനിത്തിങ് ഇൻ കേസ് ഷീ വിൽ വിൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചിട്ടതുപോലെ ഇത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഷോക്ക്, ഒരു കറണ്ട് അടിച്ചു, ഷോക്കിൽ പെട്ടു. അതൊരു 84 നവരാത്രിയുടെ മുമ്പിലുള്ള ദിവസമായിരുന്നു. നവരാത്രിക്ക് മുന്നേ ഞാൻ ക്ലീൻ ചെയ്യാൻ കൊണ്ട് രാവിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പോയി. അപ്പം മുറ്റത്ത് കുറച്ച് സ്റ്റേ വയർ, പണ്ട് ഈ ഏരിയയിൽ കെട്ടാനുള്ള സ്റ്റേ വയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ മുറ്റത്ത് പരന്ന് കിടന്നു. അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ എടുത്ത് റോൾ ചെയ്ത് വേറൊരു സ്ഥലത്തോട്ടിട്ട്, കാർഷെഡിന്റെയും കോമ്പൗണ്ട് വാളിന്റെയും ഇടയ്ക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതവിടെ നിന്ന് ബേസ്റ്റ് ചെയ്തിട്ട് അവിടെ ആയിരുന്നു മീറ്റ് വെച്ചിരിക്കുന്നത്, മെയിൻ സ്വിച്ച്. ആ റോള് ചെന്നിട്ട് ഒരു കമ്പി അതിൽ തട്ടിയപ്പോഴത്തേക്ക് അവിടെ ആ കാർഷെഡിൽ 2 കാറ് കിടപ്പുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് അടിച്ച് വീണു. അപ്പം എനിക്കറിയാം രക്ഷയൊന്നും ഇല്ല.
അല്ലെങ്കിൽ ആകട്ടെ സായിരാം പറഞ്ഞു ഞാനങ്ങ് വെയിറ്റ്ലെസ് ആയി. എന്നെ ആരോ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന പോലെ വെയിറ്റ്ലെസ് ആയി സായിരാം. ഇത് പെണ്ണെ ജോലിക്കാരി എല്ലാം കൂടെ നിന്ന് അവര് പോയി എല്ലാരെയും വിളിച്ചുകൊണ്ട് വന്നു. എല്ലാരും കാണണ്ട, ആഴത്തോട്ട് ആർക്കും വയ്യ, കാറിന്റെ അടുത്ത് വരെ എടുക്കാൻ വയ്യ. അവിടെ കറണ്ട് ഇങ്ങനെ ഉണ്ട് എല്ലായിടും. പിന്നെ എന്റെ ബ്രദർ, ഇളയ ബ്രദർ വന്ന് അവന് ഒരു തടി കിട്ടി. ആ തടി എടുത്ത് ആ പെട്ടെന്ന് അടിച്ചടിച്ച് അത് കണക്ഷൻ മാറ്റി. അതിനൊരു 1 മണിക്കൂർ എടുക്കും. ഇത്രയും സമയവും ഞാൻ ഇതിൽ കിടക്കുകയാണ്. അപ്പം എല്ലാരും വന്ന് എന്റെ ഒരു ഇളയ ബ്രദർ വന്ന്, അവൻ അറിഞ്ഞില്ല, ഉറക്കത്തിൽ തോന്നി കാറിലും അവനും കിടക്കുക. ഞങ്ങൾ രണ്ടുപേരും മരിച്ച പോലെ കിടക്കുകയാണ്. തട്ടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് വന്ന് വിളിച്ചു. അപ്പൊ ഞാൻ തന്നെ എന്റെ ഫാമിലി ഡോക്ടറെ വിളിച്ചു 8 മണിക്ക്. അവിടെ അടുത്താണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് കറണ്ട് അടിച്ചു. ഞാൻ വരാം, റൗണ്ട്സ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ശരി. അവരും വിചാരിച്ചില്ല ഇത്രയും സീരിയസ് ആണെന്ന്. ആർക്കും അറിഞ്ഞൂടാ. എനിക്കും ഇതൊന്നും സംഭവിച്ചോന്നും അറിഞ്ഞൂടല്ലേ. കണ്ടു നിന്നവർക്കല്ലേ അറിയാമേ. അവരൊക്കെ പരിഭ്രമിച്ച് ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു കണ്ടീഷനിൽ എല്ലാവരും ഇരിക്കുന്നത്. ഞാൻ മുന്നേ കുളിച്ചു, ഫോൺ ചെയ്ത് ഡോക്ടർ വന്നപ്പോഴാണ് ഇവര് വിവരമെല്ലാം പറയുന്നത്. പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു കരിക്കട്ടയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ അതിൽ നിന്ന് രക്ഷ. ഒരു ദേഹത്തൊരു പാട് പോലും, ഒരു പാട് കൈയിന്റെ ഒരു അറ്റത്ത് ഇടത്തെ കൈയില് പെരുവിരലല്ല നടുവിരലിന്റെ അറ്റത്ത് ഒരു വൂണ്ട്, ഒരു കത്തി അത് ടച്ച് ചെയ്ത ഒരു വൂണ്ട് മാത്രമേ ഉള്ളായിരുന്നു. മറ്റവനും അനിയനും ഒന്നും ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ പറഞ്ഞാല് അത് ഇപ്പം ഓരോ വർക്ക് ഇപ്പം എങ്ങനെ ഇരുന്നപ്പോഴാണ് സ്വാമി നടാസ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. സമിതിയിൽ പോയി എല്ലാത്തിനും ജോയിൻ ചെയ്ത് പണ്ടത്തെ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോന്നിൽ എന്നെ ഇടപെടുത്തി സ്റ്റേറ്റ് കോർഡിനേറ്റർ ആക്കിയപ്പോ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റില്ല, എന്റെ കണ്ടീഷൻ ഭയങ്കര ഇതാണ്, എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് ഞാനല്ല സെലക്ട് ചെയ്തത്, ഞാൻ 3 പേരും സ്വാമിക്ക് എഴുതി കൊടുത്തു, സ്വാമിയാണ് സെലക്ട് ചെയ്തത്. ഇന്നലെ ചേച്ചി, സ്വപ്നമ്മയും ഞാനും 3 പേര്. ശരി, സ്വാമി പറഞ്ഞു പിന്നെ പറയാതിരിക്കണം. ഞാൻ എനിക്കൊന്നും പറ്റത്തില്ല, വേണ്ട ആളായിട്ട് നിന്നാ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 15 വർഷം 1985 മുതൽ 1985 മുതൽ 2000 വരെ 15 വർഷം സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിച്ചു. ഞാനല്ല പ്രവർത്തിച്ച, എല്ലാം ഭഗവാൻ. ഇതെന്ന് പറയും അതേപോലെ ഓരോ വർക്ക് ചെയ്തു കഴിഞ്ഞ് വരുമ്പോഴും എൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കിട്ടുന്ന ചാൻസ്, സേവ ചെയ്യാൻ കിട്ടുന്ന ചാൻസുകൾ ആരും കളയരുത്. നമ്മളത് ചെയ്യുന്നത് ഭഗവാൻ നമ്മുടെ കാര്യം കൊണ്ട്. അതിന് വലിയ ഉദാഹരണമാണ് എൻ്റെ ജീവിതം. മതിയോ? ഇനി ഒരുപാട് പറയാനുണ്ടെങ്കിൽ നമുക്ക് സ്വപ്നത്തിൽ വന്ന് ഓരോ പ്രോബ്ലവും സോൾവ് ചെയ്ത് തരുകയായിരുന്നു. ഞാൻ ആർക്കും ദുഃഖമൊന്നും പറയത്തില്ല, ഭഗവാനോട് മാത്രം. രാത്രി മുഴുക്ക ഭഗവാനുമായിട്ട് ഞാനുമായിട്ടുള്ളൊരു സംഭാഷണം. ഇത് കഴിയുമ്പോഴത്തേക്ക് ഓരോന്നിനുള്ള വഴി എനിക്ക് തെളിച്ചു കിട്ടും. അതെല്ലാം നടന്നു. ഇപ്പം കുട്ടികളെല്ലാം വളർന്നു, പഠിപ്പിച്ചു, അവരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളും പഠിച്ചു, വലിയ ഡോക്ടർമാരും ഒക്കെ ആവുന്നു. എല്ലാം സുഭിക്ഷമായി സന്തോഷമായി ഭഗവാനെ മാത്രം ജീവിതം കൊണ്ടുപോകും. സായിരാം, വളരെ നല്ല അനുഭവങ്ങളെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു.
സായിരാം സായിരാം. ఈ కష్టములు మనకు సంభవించినప్పుడు When you face ఈ difficulties, కష్టములో ఎంతో సుఖమున్నదనేటువంటి సత్యాన్ని లోతుగా దిగి విచారించాలి. understand in depth there lies hidden in it the trace of happiness. ఈ కష్టములే లేకుండా సుఖమునకు విలువే లేదు. Without problems, the happiness has no value. ప్రతి మానవుడు కూడాను నిరంతరం కూడాను హ్యాపీగానే ఉండాలి. Every man, in fact, should always be happy. నేను వస్తూ ఉంటే ప్రతి ఒక్కరు కూడాను హ్యాపీ బర్త్డే అన్నారు. As Bhagavan started there this morning, everyone said happy నేను birthday. ఎప్పుడు హ్యాపీగానే ఉన్నాను. Bhagavan is always happy. కానీ ఈనాడు మాత్రం మీరు ఎందుకు హ్యాపీ బర్త్డే అంటున్నారు? Why specially to be happy today? హ్యాపీ లేనటువంటి వారికి హ్యాపీ బర్త్డే అని చెప్పండి. You can greet anyone saying happy birthday if he is నాకు not ఎప్పుడు happy. హ్యాపీగానే ఉండేటువంటి వాడు. Bhagavan is always happy. కనుకనే హ్యాపీ అనేటువంటిది బయట నుంచి వచ్చి ప్రవేశించేటువంటిది కాదు. Happiness is not in the exterior. హ్యాపీనెస్ ఈజ్ యూనియన్ విత్ గాడ్. Happiness lies in the union with God. కనుకనే దైవంతో కూడినటువంటిదే హ్యాపీ. You will be happy in the company of God. మానవత్వంతో కూడినటువంటి ప్రతి వాడు కూడాను హ్యాపీ తనకంటే ప్రత్యేకంగా ఉన్నదని విశ్వసించి అనేక విధమైనటువంటి ప్రయత్నములు చేస్తున్నాడు. Man thinks that happiness, joy lies outside, and therefore he faces all problems. ആ ഫ്രാൻസിസ് ഇനി ഒരു ഭജന പാടിക്കോളൂ. സായിരാം സായിരാം. ഭജന പാടിക്കോളൂ. മാതാ പിതാ ദീനബന്ധു സഖാ സായി മാതാ പിതാ दीनबंधु सखा तेरे चरणों में साई मेरा कोटि प्रणाम. तेरे चरणों में साई मेरा कोटि प्रणाम. मुझे शक्ति दो मेरे साई शिवा. मुझे शक्ति दो मेरे साई शिवा. मुझे भक्ति दो मेरे साई शिवा. मुझे भक्ति दो मेरे साई शिवा. मुझे मुक्ति दो मेरे साई शिवा. मुझे मुक्ति दो मेरे साई शिवा. സായിരാം. സായിരാം. हेलो साईं. चरणों में श्रीराम. तेरे चरणों में ना तेरे चरणों में साई मेरा कोटि प्रणाम. तेरे चरणों में साई मेरा कोटि प्रणाम. माता पिता दीनबंधु सखा साई माता पिता दीनबंधु सखा तेरे चरणों में साई मेरा कोटि प्रणाम. तेरे चरणों में साई मेरा कोटि प्रणाम. मुझे शक्ति दो मेरे साई शिवा. मुझे भक्ति दो मेरे साई शिवा. मुझे मुक्ति दो मेरे साई शिवा. तेरे चरणों में साई मेरा कोटि प्रणाम. तेरे चरणों में मेरा कोटि प्रणाम. साई माता पिता दीनबंधु सखा. സായിരാം. സായിരാം. സായി ഉഗമ. സായിരാം. സായിരാം. സായിരാം പ്രേമ. താങ്ക് യു സോ മച്ച്. മാഷ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആ പ്രേമ ചേച്ചി ആദ്യകാലത്തെ ഓഫീസ് വെയറാണ്. 2000 വരെ ഉള്ള കാര്യമല്ലോ എനിക്കറിയൂ. 2000 ഞാൻ 50% ആവുമ്പോഴും അവര് ഓഫീസ് വെയർ തന്നെയാണ്.
അപ്പൊ അവര് വളരെ വളരെ സർവീസ് മൈൻഡഡ് ആയിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ലക്ഷ്മണനാണ് പറയുന്നത്. ചേച്ചി മനസ്സിലായില്ലേ? മനസ്സിലായി. ഭഗവാന്റെ കൃപ കൊണ്ട് ആ ജീവിതം വളരെ ധന്യമായി. ഇനി അങ്ങോട്ടും ആയുരാരോഗ്യവും എല്ലാ കാര്യത്തിലും ഭഗവാന്റെ കൃപയുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സായിരാം. 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 സായിരാം പ്രേമ. സായി ഉപമ. നിങ്ങൾ ഭക്ഷിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നതും എല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. സാധാരണയായി ബാഹ്യലോകത്തു നിന്നും 3 വിധത്തിലുള്ള പ്രതികരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. 3 തരത്തിലുള്ള ആളുകളിൽ ഒരാൾ കൂടുതൽ പ്രാധാന്യം നേടുന്നു. പഞ്ഞി പോലെ എവിടെ മുക്കിയാലും നനയുന്നതായ ആളുകൾ, കല്ല് പോലെ ഒന്നുകൊണ്ടും ബാധിക്കാത്തവ, വെണ്ണ പോലെ അല്പം ചൂട് തട്ടിയാൽ പോലും ഉരുകുന്നവ. 3 വിധം ആളുകളാണ് നമ്മൾ കാണുന്നത്. ആരുടെയെങ്കിലും സന്തോഷമോ സങ്കടമോ കണ്ടാൽ ഉടൻ തന്നെ സ്വന്തം സന്തോഷവും സന്താപവുമായി കാണുന്ന വെണ്ണ പോലെ ഉരുകുന്ന ഹൃദയമുള്ള ഒരാൾ, അയാളാണ് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി. സായിരാം. ഇന്നത്തെ ഒരു അനുഭവം സായിരാം, ഇന്നത്തെ ഒരു അനുഭവം തന്നെ പറയട്ടെ. ഞാൻ ഇതിന് ഇവിടെ എന്നെ സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞവർക്ക് വരാൻ പറ്റിയില്ല. മോനാണെങ്കിൽ UK-ന്ന് രാവിലെ എത്തും, എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അവനും എത്തിയില്ല. അവനെ ഞാൻ സ്വാമിയെ വിളിച്ചപ്പോഴത്തേക്ക് ആ നിമിഷം മോനെത്തി. അവന് ഫ്ലൈറ്റ് ട്രെയിൻ ക്യാൻസലായി താമസിക്കേണ്ടി വന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചവരാരും സമയത്തെത്തില്ല. പക്ഷേ ഭാമി ആ സമയത്ത് മോന് ഇവിടെ വന്ന് കയറി. അതുകൊണ്ട് എനിക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അത് ഭഗവാന്റെ ഒരു ലീല തന്നെയാണ്. അതെ, അത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഞങ്ങൾ ആക്ച്വലി ഐ വാസ് വെരി വറീഡ്. അയ്യോ കഷ്ടം തന്നെ, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയായിരുന്നു. മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് മ്യൂട്ട് ആവുന്നില്ല. അങ്ങനെ ആയിരിക്കും ഇന്ന്. എന്നാ പിന്നെ എന്റെ അനിയത്തിന് മോള് വരാമെന്ന് പറഞ്ഞാൽ അവൾക്കും അസൗകര്യമായി. ഇത് എന്തോ ഞാൻ പക്ഷെ ഭഗവാനെ പെട്ടെന്ന് അങ്ങ് വിളിച്ചു. ഇല്ല, ഇതില് ഭഗവാൻ തന്നെ വന്ന് ശരിയാക്കുന്നു. വന്നു ഞാൻ പോലും ഭഗവാനോട് പറഞ്ഞു വിടുന്നിട്ട്, സ്വാമി കഷ്ടമുണ്ട് സ്വാമി, എനിക്ക് കേറാൻ പറ്റുന്നില്ല. സായിരാം. പറഞ്ഞോളൂ. ശാന്തി മന്ത്രം ചേച്ചി, ശാന്തി മന്ത്രം ജപിക്കാം. സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി की ജയ്. എല്ലാവർക്കും സ്നേഹപൂർവ്വം സായിരാം. സായിരാം.